സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകൾക്കും പരിഭാഷ എഴുതിയ മഹാന്മാരുണ്ടല്ലോ. ആ മഹാന്മാരെന്താ ഈ ആയത്തിനെ കുറിച്ച് സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്തിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ കാരണം ആ ആയത്ത് ഇവരുടെ വാദത്തോട് യോജിക്കുന്നതല്ല എന്നിവർക്ക് തന്നെ അറിയാം. എന്തിനാ ആയത്തോതിയത്? വാദത്തിന് തെളിവായി അല്ലേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ വസീലത്ത് ശിർക്കുണ്ട് എന്ന നിങ്ങളുടെ വാദത്തിന് തെളിവെന്ത് എന്ന് ചോദിച്ചപ്പോഴാണ് ഫൈസൽ മുസ്ലിയാർ ആയത്തോതിയത്. അതിന്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു? വേറൊരു തർക്കം. മുസ്ലിം ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല, മുസ്ലിം ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല, കാഫിർ ജിന്നിനോട് തേടിയാൽ ശിർക്ക്. നാട്ടില് മനുഷ്യന്മാരെ വർഗീയത കൊണ്ട് തന്നെ ജീവിക്കാൻ വയ്യ. അതിന്റെ ഇടയിലാണ് ജിന്നുകളെ വർഗീയത. മുസ്ലിം ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല, കാഫിർ ജിന്നിനോട് തേടിയാൽ ശിർക്ക്. അതാരാ കൊണ്ടുവന്നത്? അത് നമ്മളെ സൗദി അറേബ്യയിൽ NV സാലിം. ഇവരൊക്കെയാണ് ഇതൊക്കെ ഇവിടെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. ഇപ്പൊ എല്ലാരും അവനവന്റെ മാളത്തിൽ വലിഞ്ഞു.